ഹായ് ഓൾ, യൂട്യൂബറും സ്ട്രീമറൊക്കെ ആയിട്ടുള്ള നമ്മുടെ തൊപ്പിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കാണാനിടയായി. ആ വീഡിയോ കണ്ടപ്പോൾ മിക്ക ആളുകൾക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്റ്റുഡൻസിനൊക്കെ തോന്നിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. ആദ്യം നമുക്ക് തൊപ്പി എന്താ പറയുന്നത് എന്നുള്ളത് നോക്കാം. വെറുതെ കണക്ക് കൂട്ടി നോക്ക്. കിക്കിൽ ഞാൻ ഒരു ദിവസം 8 മണിക്കൂർ 5 മണിക്കൂർ മിനിമം സ്ട്രീം ചെയ്യും. 5 മണിക്കൂർ കൂടിപ്പോയ 8 മണിക്കൂറിൽ ചെയ്യും. എനിക്ക് ഒരു മണിക്കൂറിന് കിക്ക് തന്നുകൊണ്ട് അത് അവർലി ഫീ ഓഫ് $250. അതായത് ഒരു മണിക്കൂറിന് ഏകദേശം 21,000 ഇന്ത്യൻ മണി. ഒരു മണിക്കൂർ ലൈവ് ചെയ്താ ഒരു മണിക്കൂർ 20,000 കൂട്ട്, ഒരു മണിക്കൂറിന് 20,000. അപ്പൊ 5 മണിക്കൂർ എത്രയായി? ഓക്കെ, അപ്പോൾ തൊപ്പി ചോദിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, തൊപ്പി സ്ട്രീം ചെയ്യാറുണ്ട്. അപ്പോൾ സ്ട്രീം ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിന് $250 ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ദിവസം ഏകദേശം എത്ര കിട്ടും എന്നുള്ളത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ, മറിച്ച് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, പല സ്റ്റുഡൻസും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. തൊപ്പിക്ക് ഒരു മണിക്കൂറിനേക്ക് നമുക്ക് ഏകദേശം ഒരു 20,000 എന്നുള്ളത് എടുക്കാം, അല്ലേ? 20,000. അപ്പം പലപ്പോഴും മിക്കവാറും ദിവസങ്ങളിൽ തൊപ്പി 5 hours ആണ് എന്ത് ചെയ്യാറുള്ളത്, സ്ട്രീം ചെയ്യാറുള്ളത്. അപ്പോൾ എന്താവും, ഒരു ദിവസം ഏകദേശം 1 lakh rupees ആണ് തൊപ്പിയുടെ റവന്യൂ എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ റവന്യൂ, അല്ലേ? ഒരു ദിവസത്തെ റവന്യൂ. ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ മണിക്കൂർ സ്ട്രീം ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു കാര്യമല്ലാത്ത മറ്റു പല രൂപത്തിലും റവന്യൂ വരും. അപ്പോൾ ഒരു 1 lakh മുതൽ അല്ലെങ്കിൽ 1.5 lakh വരെയൊക്കെ ഒരു ദിവസം കൊണ്ട് തൊപ്പി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു സ്ട്രീമറുടെ ഒരു ദിവസത്തെ റവന്യൂ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതിനി ഒരു മാസത്തേക്ക് എടുക്കുകയാണെങ്കിൽ എത്ര ആവും? ഒരു ദിവസം മിനിമം 1 lakh എടുത്താൽ പോലും ഒരു മാസം എത്രയാവും? 30 lakhs, അല്ലേ? 30 lakhs, 30 ലക്ഷം രൂപയാണ് ഒരു മാസം, അല്ലെ? 30 ദിവസമുള്ളൊരു മാസമാണെങ്കിൽ 30 ലക്ഷം രൂപ. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ചാനലിൽ പിന്നെ കൂടുതലായിട്ടും ഒരുപാട് ജോലികളെക്കുറിച്ച്, കരിയർ സാധ്യതകളെക്കുറിച്ച് പറയാറുണ്ട്. ഡോക്ടർ ആവുക, എഞ്ചിനീയർ ആവുക, IT പ്രൊഫഷണൽ രംഗത്തുള്ള പല മേഖലകൾ, അതുപോലെ തന്നെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് എത്തുക, അങ്ങനെയുള്ള ഒരുപാട് ജോലി സാധ്യതകളെക്കുറിച്ച് പറയാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഉദാഹരണത്തിന് ഡോക്ടർ ആവുക എന്നുള്ളത് മാത്രം എടുക്കാം. ഒരു ഡോക്ടർക്കുള്ള സാലറി എത്രയായിരിക്കും, അല്ലേ? ഒരു ഡോക്ടർക്കുള്ള ഒരു നോർമൽ, ഹയർ സാലറി ഉള്ളവരുണ്ടാവും, ലോവർ സാലറി ഉണ്ടാവും. എന്നാലും ഒരു നോർമൽ സാലറി എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 70,000 മുതൽ ഒരു 2 lakhs അല്ലെങ്കിൽ 1.5 lakhs ഒക്കെയാണ് ഒരു മാസം ഒരു നോർമലി, അല്ലേ? 70,000 മുതൽ 1 lakh, 1.5 lakh അല്ലെങ്കിൽ 2 lakhs വരെയാണ്. ഇതെന്താണ്? മന്ത്ലി സാലറി, അല്ലേ? മന്ത്ലി സാലറി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്ട്രീമറിന് ഒരു ദിവസം കിട്ടുന്ന വരുമാനമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർക്ക് ഒരു മാസം കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, പല സ്റ്റുഡൻസും നമ്മളോടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. പല സ്ഥലത്തും നമ്മൾ കരിയറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കാൻ പോകുമ്പം പലരും പറയുന്നൊരു കാര്യമാണ്, എന്തിനാ പത്രമൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് കുറേ എൻട്രൻസൊക്കെ എഴുതി ഒരുപാട് പഠിച്ച് മനസ്സിലാക്കി മാത്സ് ചെയ്ത് അതുപോലെ തന്നെ ഒരുപാട് പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്ത് അങ്ങനെയുള്ള ഒരുപാട് സ്കിൽസൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവസാനം നമ്മളൊരു ജോലിയിൽ, നല്ല ജോലിയിലെത്തിയാൽ തന്നെ കിട്ടുന്ന ഒരു മാസത്തെ സാലറി ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നവരില്ലേ? പിന്നെ നമ്മൾ എന്തിനാ ഇതൊക്കെ പണിയെടുക്കുന്നത്? അതുകൊണ്ട് ഇങ്ങനെയുള്ള യൂട്യൂബ് സ്ട്രീമിങ്, അതുപോലെ തന്നെ വ്ളോഗിങ്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്, ഹായ് ഗൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെയുള്ള കലാപരിപാടികൾ, ഇതൊക്കെ പോരെ നമുക്ക്, അല്ലെങ്കിൽ അതല്ലേ നല്ലത് എന്ന് പലപ്പോഴും പല ആളുകളും, പല സ്റ്റുഡൻസും ആലോചിച്ച് പോകാറുണ്ട്, അല്ലേ? പ്രത്യേകിച്ച് കരിയറായിട്ട് ബന്ധപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോൾ പലരുടെയും ഒരു മെൻറ്റാലിറ്റി ഇതാണ്, നമ്മൾ എന്തിനാ എത്ര കഷ്ടപ്പെടുന്നത് എന്നുള്ളത്. ശരിക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് ശരിയാണ്. ഇങ്ങനെയുള്ള തൊപ്പി എന്ന് പറയുന്ന ആളെ പോലെ അങ്ങനെയുള്ള കുറച്ച് സ്ട്രീമേഴ്സൊക്കെ ഉണ്ട്, അവർ ഈ രൂപത്തിൽ ഏൺ ചെയ്യുന്നുണ്ട്, യാതൊരു സംശയമില്ല, അത് പോസിബിളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളൊരു കരിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ജോലി എന്നുള്ളത്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ഇതാണോ നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടത്, അതല്ല ഒരു സ്റ്റേബിളായ ഒരു കരിയറാണോ നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടത്? അപ്പോൾ നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷൻസാണ് ഉള്ളത്. ഈ രൂപത്തിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കരിയേഴ്സ്, അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ള കാര്യത്തിലേക്കും, അതേപോലെ തന്നെ ഇതുപോലെ നമുക്ക് ഒരു സ്ട്രീമർ ആവുക, അങ്ങനെ ഒരു ദിവസം ഇത്ര ഏൺ ചെയ്യുക എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ രൂപത്തിൽ സ്ട്രീം ചെയ്ത് ഇത്രയും പൈസ ഉണ്ടാക്കുന്ന ആളുകൾ, അത് വലിയ പൈസ തന്നെയാണ്, അല്ലേ? ഏറ്റവും ഹൈ പിന്നെ പേയിങ് ആയിട്ടുള്ള ജോബ്സിനേക്കാളും എത്രയോ ഇരട്ടിയാണ് ഈ പറഞ്ഞ മണി എന്ന് പറയുന്നത്. ഒരു ദിവസം കൊണ്ട് ഏൺ ചെയ്യുന്ന മണി എന്ന് പറയുമ്പോൾ വലിയ ഒരു മണി തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി എത്രയാണ്, അല്ലെങ്കിൽ അത് എത്ര ഫ്രീക്വൻ്റ്ലി ആളുകൾക്ക് കിട്ടുന്നുണ്ട്? നമുക്കറിയാം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിൽ തന്നെ എത്ര ആളുകൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടും സ്ട്രീം ചെയ്തിട്ടും ഗെയിമേഴ്സായിട്ടൊക്കെ എത്ര ആളുകളുണ്ട്?
ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഏറ്റവും സക്സസ്ഫുൾ ആയ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഏൺ ചെയ്യുന്ന എത്ര ഗെയിമേഴ്സിനെ നിങ്ങൾക്കറിയാം, എത്ര സ്ട്രീമേഴ്സിനെ നിങ്ങൾക്കറിയാം, എത്ര യൂട്യൂബേഴ്സിനെ നിങ്ങൾക്കറിയാം, എത്ര ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾക്കറിയാം. ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെയോ യൂട്യൂബിലൂടെയോ ഈ രൂപത്തിൽ ഇത്രയും പൈസ ഉണ്ടാക്കുന്ന എത്ര ആളുകൾ നിങ്ങൾക്കറിയാം? എന്ന് വെച്ചാൽ ഇതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്, അല്ലേ? ലക്ഷക്കണക്കിന് ആളുകൾ ട്രൈ ചെയ്തിട്ട് 1-2 ആളുകൾക്ക് ക്ലിക്കായി പോകും, അല്ലേ? അതാണ് ഞാൻ ഇതിനെ കമ്പയർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ലോട്ടറി അടിക്കുന്നത് പോലെയാണ്. ഒരു ലോട്ടറി അടിക്കുന്ന, ശരിയാണ്, ഒരു ലോട്ടറി അടിക്കുമ്പോൾ പലപ്പോഴും 1 കോടി രൂപയുടെ ലോട്ടറി അടിക്കുന്നു, അല്ലെങ്കിൽ 50 ലക്ഷത്തിൻ്റെ ലോട്ടറി അടിക്കുന്നു, 2 കോടിയുടെ ലോട്ടറി അടിക്കുന്നു, 10 കോടിയുടെ ലോട്ടറി അടിക്കുന്നു. ഇങ്ങനെയൊക്കെ അടിക്കുന്നത് നമ്മൾ കാണാറില്ലേ? അതിൻ്റെ പ്രോബബിലിറ്റി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ചാൻസ് കുറവാണ്. പക്ഷെ നമ്മൾ ആരെങ്കിലും പറയുമോ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഡോക്ടർ ആവേണ്ട കാര്യമില്ല, എഞ്ചിനീയർ ആവേണ്ട കാര്യമില്ല, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി നല്ല എഡ്യൂക്കേഷൻ നേടേണ്ട കാര്യമില്ല, നമുക്ക് ഇരുന്ന് ലോട്ടറി എടുത്ത് നോക്കുക, എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് അടിച്ചാലോ എന്ന് പറയുന്നതും എങ്ങനെ ഉണ്ടാവും? അവനെ നമ്മൾ ഒരു ബുദ്ധിസ്ഥിരത ഇല്ലാത്തവൻ എന്ന് പറയും. കാരണം എന്താ? അതിൻ്റെ പ്രോബബിലിറ്റി അത്രയും കുറവാണ്. നമ്മുടെ ജീവിതം അത് വെച്ചിട്ട് ആലോചിക്കാൻ പറ്റൂല. കാരണം എന്താ? അതിൻ്റെ പ്രോബബിലിറ്റി ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ലോട്ടറി എടുക്കുന്നു, അതിൽ 1-2 ആളുകൾക്കാണ് ഈ പറഞ്ഞ കോടികൾ വരുമാനം കിട്ടുന്നത്. അത് ഒബ്വിയസ്ലി അത് നേരത്തെ പറഞ്ഞ ഡോക്ടറുടെ സാലറിയേക്കാളും എഞ്ചിനീയറുടെ സാലറിയേക്കാളും അതുപോലെ തന്നെ മറ്റെല്ലാ സാലറിയേക്കാളും കൂടുതലാണ് ഈ പറഞ്ഞ ലോട്ടറി അടിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷേ അത് വെച്ചിട്ട് നമ്മൾ ആരും പഠിക്കാതിരുന്നിട്ട് ലോട്ടറി എടുത്ത് കുത്തിരിക്കുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ ഇത്രയും സക്സസ് റേറ്റ് ഇത്രയും കുറവായ ഒരു കാര്യത്തിൻ്റെ പിന്നാലെ അതാണ് നമ്മുടെ ലൈഫിൻ്റെ പിന്നെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഒരു ഇൻഫ്ലുവൻസർ ആവുക, ഒരു സ്ട്രീമർ ആവുക എന്ന് വിചാരിച്ച് നമ്മൾ എഡ്യൂക്കേഷനിൽ കോംപ്രമൈസ് ചെയ്യുന്നത് ഇതുപോലെ അപകടകരമാണ്, അല്ലെങ്കിൽ ഇതുപോലെ മണ്ടത്തരമാണ് എന്ന് പറയാൻ കാരണം അതാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏർണിങ്സ് അല്ലെങ്കിൽ നമ്മുടെ വരുമാനം, ഇതിന് ഒരുപാട് ഫാക്ടേഴ്സും ഒരുപാട് കാര്യങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യണം. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ഇത്രയും ഏൺ ചെയ്യാൻ പറ്റുന്നു, അതുകൊണ്ട് നമ്മളും അതിൻ്റെ പിന്നാലെ പോവുക. അങ്ങനെ പിന്നാലെ പോയ ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് കാണാനുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളും അതിൻ്റെ പിന്നാലെ പോയാൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ട്രീമിലേക്ക് എത്തിപ്പെടാനാണ് നമുക്ക് സാധ്യത കൂടുതൽ. എന്ന് വെച്ചാൽ നമ്മൾ സക്സസ് ആവാനുള്ള സാധ്യത കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം നമ്മളൊരു കരിയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് 2 കാര്യമുണ്ട്. ഒന്ന് ലോങ് ടേം സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഷോർട്ട് ടേം ഫെയിം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ 2 ഇപ്പം നല്ലൊരു കരിയറിലേക്ക് എത്തിപ്പെടുന്നതും അതേപോലെ തന്നെ ഒരു ഇൻഫ്ലുവൻസർ ആകുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസം പ്രധാനമായും ഇതാണ്. ഞാൻ പറയുന്നത് ഒരിക്കലും ഇൻഫ്ലുവൻസർ ആവുക അല്ലെങ്കിൽ സ്ട്രീമർ ആവുക എന്ന് പറയുന്നത് ഭയങ്കര മോശമൊരു കാര്യം എന്ന രൂപത്തിലല്ല. മറിച്ച് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത്, ഇപ്പോൾ സ്റ്റുഡൻസ് എൻ്റെ സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫൗണ്ടേഷൻസ് സ്ട്രോങ് ആക്കുക, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക, ഒരു നല്ലൊരു കരിയറിലേക്ക് എത്തിപ്പെടുക. എന്നിട്ട് നിങ്ങൾക്ക് പാഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരു ഡോക്ടർ ആയിക്കൊണ്ടും ഒരു എഞ്ചിനീയർ ആയിക്കൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ട്രൈ ചെയ്തോളൂ, യാതൊരു സംശയമില്ല, അല്ലേ? നിങ്ങളൊരു എഞ്ചിനീയറായി നല്ല ഹൈ ഏർണിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രൂപത്തിലുള്ള ഒരു പ്രൊഫഷനിലേക്ക് നിങ്ങൾ എത്തി. അതിനുശേഷം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു യൂട്യൂബർ ആയിക്കോളൂ. എന്നിട്ട് നിങ്ങൾക്ക് അതിനുശേഷം യൂട്യൂബറായി ഏറ്റവും നല്ല രൂപത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ പിന്നെ കണ്ടന്റ് ഡെവലപ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസിങ്ങിലൊക്കെ പോയിക്കോളൂ, യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ അത് വിചാരിച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പഠനവും അതുപോലെ തന്നെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള ബാക്കിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ പിന്നാലെ പോയാൽ ഹായ് ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിഗ്രറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഡിസിഷൻ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ലോങ് ടേം ഇത്തരത്തിലുള്ള പ്രൊഫഷൻസിന് നമ്മൾ പഠിച്ച് നേടുന്ന, ഒരുപാട് കാലം അധ്വാനിച്ച് ഒരുപാട് അറിവുകൾ നേടി ഒരുപാട് കോമ്പറ്റീഷൻസ് നടത്തി നേടിയെടുക്കുന്ന ഇത്തരം ജോലികളും വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇത്തരം ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഇതിന് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, അല്ലേ? നല്ല വ്യത്യാസമുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഇൻഫ്ലുവൻസിങ്, ഗെയിമിങ്, അതുപോലെ തന്നെ വ്ളോഗിങ്, ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് ഓരോ കാലത്തിൻ്റെയും ട്രെൻഡുകൾക്കനുസരിച്ച് ഒരുപാട് വ്യത്യാസപ്പെടും. ഓരോ സമയം ഇപ്പം നമുക്ക് ഒരു തൊപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ 2-3 ആൾക്കാരെ പറയുന്നു. കുറച്ച് കാലം കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കില്ല ട്രെൻഡ്. നമ്മൾ അവരെക്കുറിച്ച് അന്നേരം ആലോചിക്കൂല. 5 വർഷം കഴിഞ്ഞിട്ട് തൊപ്പി എവിടെ, മറ്റവരെവിടെ എന്ന് നമ്മൾ ആലോചിക്കൂല. പക്ഷേ അവർക്ക് അവരുടെ ജീവിതം എന്തായി? ചിലപ്പോൾ ആ ട്രെൻഡ് മാറിപ്പോയാൽ പിന്നെ നമുക്കത് വെച്ചിട്ട് ജീവിക്കാൻ പറ്റൂല. ഈ പറഞ്ഞ ഇൻഫ്ലുവൻസിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം അതിൻ്റെ വ്യൂസും അതുപോലെ തന്നെ അതിൻ്റെ ലൈക്സും ഷെയറും ഒക്കെ കൊണ്ടാണല്ലോ. ഈ ട്രെൻഡ് അങ്ങ് മാറിപ്പോയി, നമുക്ക് ആ മാറിയ ട്രെൻഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല.
അപ്പോൾ അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം. എന്നാൽ മറ്റേ പ്രൊഫഷൻസ് അല്ലേ, നമ്മൾ പഠിച്ച് നേടി എടുക്കുന്ന എഡ്യൂക്കേഷനിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന അത്തരം പ്രൊഫഷന് ഈ ഒരു പ്രശ്നമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹൈ കോമ്പറ്റീഷൻ ആൻഡ് അൺസർട്ടനിറ്റി ഇൻ ദ കണ്ടന്റ് ക്രിയേഷൻ അല്ലേ, നമ്മൾ നിരന്തരം കണ്ടന്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഏത് തരത്തിലിപ്പോൾ തൊപ്പി എന്ന് പറയുന്ന ഒരു എക്സാമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം നല്ലൊരു പിന്നെ ആ രൂപത്തിൽ തന്നെ പോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ പിന്നെ ആ തരത്തിലുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ അതേ രൂപത്തിലുള്ള കണ്ടന്റ് നിരന്തരം കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു പക്ഷേ നമുക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ഞാൻ പറയുന്നത് ഈ ഒരു വ്ളോഗിങ് എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് നിരന്തരം അതിനെ അപ്ഡേറ്റ് ചെയ്ത് ആ ട്രെൻഡുകൾക്കനുസരിച്ച് മാറി അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. നിരന്തരം ആ ഒരു വ്യൂസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഷെയറും ഒക്കെ ഏറ്റവും മുകളിൽ തന്നെ നിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് വലിയൊരു അൺസേർട്ടൈനാണ് അല്ലേ, ഒരു അൺസേർട്ടൈൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഹൈ കോമ്പറ്റീഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സക്സസ്ഫുള്ളായ വൈറലായ ഒരു യൂട്യൂബർ ആകാൻ. അത് ഒരു വീഡിയോ ആയാൽ പോരാ, ഒരു ദിവസം ഏൺ ചെയ്താൽ പോരല്ലോ. നിരന്തരം നമുക്ക് ജീവിച്ചുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് ആ നിലക്കുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെയാണ് എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും എല്ലാ സ്ട്രീമേഴ്സിൻ്റെയും കാര്യമല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു സെൽഫ് ഡിഗ്നിറ്റി ഒക്കെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മളൊരു ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കും, നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. അതൊക്കെ പിന്നെ വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മൾ എന്തും കാണിക്കേണ്ടി വരിക എന്നൊരവസ്ഥ പോലും നമുക്ക് പലപ്പോഴും ഈ പറഞ്ഞ ഇൻഫ്ലുവൻസിങ്ങിലൊക്കെ കാണാൻ സാധിക്കും. വളരെ അശ്ലീലമായ കാര്യങ്ങൾ, വളരെ മോശം പദപ്രയോഗങ്ങൾ, അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള ചേഷ്ടകളൊക്കെ കാണിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെയൊക്കെ ചെയ്താലാണ് ഇതിൽ റെലവൻ്റായി നിൽക്കാൻ പറ്റുക. ഇതിൽ നമുക്ക് പിന്നെ വ്യൂസ് കിട്ടാൻ, ഷെയർ കിട്ടാൻ എന്തും ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആസ് എ പേഴ്സൺ നമുക്കൊരു ഡിഗ്നിറ്റി വേണം നമ്മുടെ സമൂഹത്തിൽ. അത് പണം കൊണ്ടൊന്നും അല്ല അത് നേടിയെടുക്കാൻ സാധിക്കുക. ഒരു പണം ഉണ്ടായി എന്ന് വെച്ചിട്ട് എല്ലാം ആയില്ല അല്ലേ. ഒരു സമൂഹത്തിൽ നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടണം, അല്ലെങ്കിൽ നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. അതിനനുസരിച്ച് മാത്രം നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്തും പറയാൻ പറ്റുന്ന ഒരാളായോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സെൽഫ് ഡിഗ്നിറ്റി ഇല്ലാത്ത ഒരാളായോ നമുക്ക് ജീവിച്ചിട്ട് എന്താ കാര്യം അല്ലേ. നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാകണം. അതിങ്ങനെ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി എന്തും ചെയ്യുക എന്ന ഒരർത്ഥത്തിലേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റൂല അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളോട് ഒരാൾ വന്നിട്ട് പറയാണ്, നമ്മുടെ ഒരു സമൂഹ മധ്യത്തിൽ ഒരു ടൗണിൽ പോയിട്ട് തുണി അഴിച്ച് നിന്നാൽ നിനക്ക് ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും നിൽക്കുമോ? ഇല്ല. കാരണം എന്താ, നമുക്ക് അവിടെ ആ പണത്തേക്കാൾ നമ്മുടെ ഡിഗ്നിറ്റിക്ക് എന്ത് ചെയ്യും, പ്രാധാന്യം കൊടുക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പണം കിട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെയാണ് ഒരു വ്ളോഗിങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസിങ്ങിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പല സ്ഥലത്തും കാണുന്നത് സ്വന്തം ഡിഗ്നിറ്റിയെ പോലും പണയം വെച്ചുകൊണ്ടാണ് പല ആളുകളും പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറ്റുമോ? അങ്ങനെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇപ്പം നമ്മൾക്ക് ചിലപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ നമുക്ക് അതൊക്കെ ഭയങ്കര സംഭവമായിട്ട് തോന്നും. പക്ഷെ നിങ്ങളൊരു 30 വയസ്സുള്ള ഒരാളായിട്ട് ഒന്ന് സങ്കല്പിക്കുക, അല്ലെങ്കിൽ 35-40 വയസ്സുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളും ഭാര്യയൊക്കെ ഉള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇതേ രൂപത്തിലുള്ള വേർഡ്സ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇതേ രൂപത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? കാരണം നിങ്ങളെ നോക്കി ഇരിക്കുന്ന, നിങ്ങളെ പിന്നെ റോൾ മോഡൽസ് ആക്കുന്ന നിങ്ങളുടെ മക്കൾ അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടാവും. അതൊക്കെ കൂടിയതാണ് നമ്മുടെ ജീവിതം അല്ലേ. നമുക്ക് നമ്മുടെ ഫാമിലി വേണം, നമ്മുടെ മാതാപിതാക്കൾ വേണം, ഫാമിലി വേണം, അതുപോലെ തന്നെ റിലേഷൻസ് വേണം, ഫ്രണ്ട്സ് വേണം, എല്ലാവരും വേണം. പക്ഷേ അവിടെയൊക്കെ അതൊക്കെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളത് എത്രത്തോളം പോസിബിളാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അതേപോലെ തന്നെയാണ് കരിയർ സാറ്റിസ്ഫാക്ഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉള്ളൊരു കാര്യമാണ്. നമ്മളൊരു ഡോക്ടർ ആകുമ്പോൾ അതിൽ നമുക്കൊരു കരിയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുണ്ട്. നമ്മളുടെ ആ ഒരു ജോലി കൊണ്ട് നമുക്ക് ഒരാളുടെ വേദന ഇല്ലാതാക്കാൻ സാധിക്കുന്നു, ഒരാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നു. ഒരു ടീച്ചറാണെങ്കിൽ നമ്മുടെ പിന്നെ ടീച്ചിങ് കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആകുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആളുകൾക്ക് കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ പോയിന്റ്സ് ആയിട്ട് എല്ലാ കരിയറിനും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ വ്ളോഗിങ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ട്രീമിങ് അതിനൊക്കെ എത്രത്തോളം അത് നിരന്തരം അത് എപ്പോഴും ആ രൂപത്തിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് നമുക്കൊരു സമൂഹത്തിനൊരു വാല്യൂ കൊടുക്കാൻ സാധിക്കണം. നമ്മൾ വെറുതെ ഇങ്ങനെ ഏൺ ചെയ്താൽ പോരല്ലോ അല്ലേ. നമ്മൾ മണി ഏൺ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് നമ്മുടെ സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ ഇങ്ങനെ കുറേ നേരം സ്ട്രീം ചെയ്യുക, ഒരുപാട് ആൾക്കാരുടെ സമയം
അങ്ങനെ ആ രൂപത്തിൽ കളയുക എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും കാര്യമായി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ, വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയതാണ് ഒരു കരിയർ ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കലും വ്ളോഗിങ് തീരെ പാടില്ലാത്തൊരു കാര്യമാണ്, സ്ട്രീമിങ് തീരെ പാടില്ലാത്തൊരു കാര്യമാണ്, ഗെയിമിങ് തീരെ പാടില്ലാത്തൊരു കാര്യമാണ് എന്നല്ല. മറിച്ച് നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റുഡൻസ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ അതിലേക്ക് മാത്രം ചുരുക്കിക്കൊണ്ട് നിങ്ങൾ ആലോചിക്കരുത് എന്ന് മാത്രമാണ്. നിങ്ങൾ ഇപ്പോൾ നന്നായി പഠിക്കുക, നല്ല ഒരു കരിയറിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾക്ക് പാഷനുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങൾക്ക് കഴിവുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുക. ആ രൂപത്തിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം അപ്പോഴും നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ സാധിക്കും, നിങ്ങൾക്കൊരു ഇൻഫ്ലുവൻസർ ആവാൻ സാധിക്കും, നിങ്ങൾക്ക് ഒരുപാട് അറിവുകളുണ്ട്, അത് ആളുകളോട് വ്ളോഗിങ്ങിലൂടെ യൂട്യൂബിലൂടെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ കൂടെ തന്നെ നിങ്ങൾക്കത് ചെയ്യാം. ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ജോലി പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞ് ആ ജോലി ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ അതിലേക്ക് പോയിക്കൊള്ളൂ. പക്ഷേ ഒരിക്കലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്കൂൾ പ്രായത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്ത് നിങ്ങൾ അതെല്ലാം കോംപ്രമൈസ് ചെയ്ത് സ്റ്റഡീസും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്ത് ഇതിൻ്റെ പിന്നാലെയും ഇത്തരക്കാരായ ആളുകളുടെ പിന്നാലെയും പോയാൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. പിന്നെ നമ്മുടെ കരിയർ ഓൾറെഡി നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവും. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഒരു റിഗ്രറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ വളരെ വൈകിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെടരുത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം. ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടിയൊക്കെ ഒരു ഗൗരവത്തിൽ കാണാൻ, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കുറച്ചുകൂടിയൊക്കെ ഒരു റിയലിസ്റ്റിക്കായി ചിന്തിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ നന്നായി ചിന്തിക്കുകയും നന്നായി മനസ്സിലാക്കുകയും നമ്മൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഏരിയാസിലൊക്കെ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് ആ രൂപത്തിൽ മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് എല്ലാവരെയും ആശംസിക്കുന്നു. താങ്ക് യു.